ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുത്ത് കളയാന്ന്. സംഭവം വേറൊന്നുമില്ല, തിരക്കായി പോയിട്ടാണ്. ലോങ് വീഡിയോ ഇട്ടിട്ടിപ്പോൾ 2-3 ആഴ്ച ആവാനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇല്ലാത്ത. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പ്രത്യേകിച്ചൊന്നുമില്ല പരിപാടി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തോ അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താ സംഭവം വെച്ചാൽ, എനിക്ക് ഇന്നലെയല്ല മിനിഞ്ഞാന്നല്ല അതിൻ്റെയും തലേന്ന് പെട്ടെന്ന് ഈ സൈഡിൽ നിന്നായിട്ട് ചെറിയൊരു വേദന വന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ വലിയ കാര്യമാക്കിയില്ല. അപ്പോൾ ഉസ്മാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉസ്മാനെ പറഞ്ഞു, ഉസ്മാനിക്ക് ഇവിടെ ഇങ്ങനെ വേദന ഉണ്ട്. അന്നാണെങ്കിൽ ചപ്പാത്തിയും അതേപോലെ ഉരുളക്കിഴങ്ങ് നമ്മളെ ബാജിക്കറിയില്ലേ അതായിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്യാസിൻ്റെ ആവുമെന്ന്, അതിൻ്റെ വേദനയാവും. പെട്ടെന്ന് നമുക്ക് ഗ്യാസ് കെട്ടിയാലൊരു വേദന ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വിചാരിച്ചു പോവായിരിക്കുമെന്ന്, പക്ഷേങ്കിൽ സംഭവം പോയില്ല കേസ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നേക്ക് 4ാമത്തെ ദിവസമായി. 4 ദിവസമായിട്ടും ഇതുവരെ എനിക്ക് അന്ന് വന്ന പെയിൻ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പെയിൻ ആവുക. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെയിന്. 2 ദിവസം ഞാൻ ഓക്കെ പോവായിരിക്കും എന്ന് വിചാരിച്ച് നിന്ന് 3 ആകെ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അപ്പോൾ നമ്മൾ ഇവിടെ 2 ദിവസം ഞാൻ അത് പോകുമെന്ന് വിചാരിച്ച് നിന്നു കേട്ടോ. പക്ഷേ ഇന്നലത്തോട്ട് എനിക്ക് ഭയങ്കര ബേജാറായി ഇത് പോകാണ്ടായപ്പോൾ. എവിടുന്നോ വേദന എനിക്ക് മനസ്സിലായില്ല. ഈ ഇടത്തെ സൈഡിൽ നിന്നാണ് വേദന, ബ്രസ്റ്റിൻ്റെ അവിടെ നിന്നാണോ അതോ നെഞ്ചിൽ നിന്നാണോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും പ്രശ്നം, ഞാനങ്ങനെയാണ് കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് അടിച്ചു നോക്കി എന്താ സംഭവം അടിച്ചു നോക്കിയപ്പോൾ അതിനേക്കാളും വലിയ ബേജാറായിട്ടോ. മെനിഞ്ഞാന്ന് ഞാനിങ്ങനെ അടിച്ചു നോക്കി എന്തുകൊണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് വേദന ആണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അങ്ങനെ കേട്ടോ കണ്ട്, അത് കണ്ടപ്പോൾ പിന്നെയുള്ള സമാധാനവും പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്താ പറയുക നോക്കി എവിടെ നിന്നാണ് വേദന എന്ന് കറക്റ്റ് നോക്കി അവസാനം എനിക്ക് മനസ്സിലായി ഇത് നെഞ്ചത്തുനിന്നുള്ള നെഞ്ചിൻ്റെ അവിടെ നിന്നാണ് വേദന, ബ്രസ്റ്റിൻ്റെ മുകളിൽ നിന്നല്ല എന്നുള്ള മനസ്സിലായപ്പോൾ ഞാൻ കുറച്ച് സമാധാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് അങ്ങനെ അടിച്ചു നോക്കാം, നെഞ്ച് വേദന എന്തുകൊണ്ടാണെന്ന് അടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ നെഞ്ച് വേദന എന്തുകൊണ്ടാണെന്നുള്ളത് യൂട്യൂബിൽ അടിച്ചു നോക്കി. ഉള്ള സമാധാനവും പോയി, ഉള്ള സമാധാനവും പോയിട്ടോ. അതുകൂടി കണ്ടപ്പോൾ നെഞ്ചുവേദന പറഞ്ഞപ്പോൾ അറ്റാക്കിൻ്റെയൊക്കെയാണ് പറയണത്. ഇതിപ്പം ഗ്യാസാണോ അറ്റാക്കാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള ബേജാറായി. ഇന്നലെ ഞാൻ തീരെ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഇന്ന് വേഗം രാവിലെ ആയാൽ തന്നെ വേഗം ഹോസ്പിറ്റലിൽ പോകാമല്ലോ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല ടെൻഷനുണ്ട്. ഞാനിവിടെ എല്ലാവരോടും ഇവരെല്ലാവരും പറഞ്ഞു ഗ്യാസിൻ്റെ ആവുള്ളൂ, അത് കേൾക്കുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടെങ്കിലും ഇന്നലെ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്താ പറയുക, ഒരു പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ എനിക്കുണ്ടോയെന്നൊരു സംശയം. ഇങ്ങനെ വേദന അറ്റാക്കിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ നെന്നത്തുനിന്ന് ഇങ്ങനെ ഷോൾഡറിലേക്ക് കയറും, കയ്യിലേക്ക് ഇറങ്ങും എന്നൊക്കെ. പണ്ടാറടങ്ങാൻ ഇടത്തെ സൈഡുമാണ് വേദന, ഇടത്തെ സൈഡാണുള്ളത് നമ്മൾ ആർട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ബേജാറാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പയും കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണിക്കാൻ വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കാം, എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് ഞാനിപ്പോൾ വലിയ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. എന്ത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഇട്ടിട്ടോ. പഠിച്ചോ ഒന്നുമില്ല നിൽക്കട്ടെ. ആരായാലും രോഗങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്, ബേജാറാണ്. എനിക്കാണെങ്കിൽ ഇപ്പം എന്ത് വന്നാലും ബേജാറാണ്, അറിയില്ല പഠിച്ചോട്ടെ. അപ്പോൾ ഞാനും ഉപ്പയും കൂടി പോവാണ്, ഉസ്മാൻ ഇവിടെ ഇല്ല. അപ്പോൾ ഉപ്പയും ഞാനും കൂടി പോയിട്ട് കാണിച്ചിട്ട് ഗ്യാസാണെന്ന് അറിഞ്ഞാൽ ഒരു സമാധാനമല്ലേ. ഡോക്ടർ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അപ്പം ഡോക്ടർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടെ. ഇവിടെ എനിക്കിപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ വേദന ഉണ്ട്. അതിനിപ്പോൾ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ വേദന ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ കുറേ സമാധാനമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ എല്ലാ വേദനയും പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാണ്, അതാണ് സംഭവം. അപ്പം നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. പിന്നെ ഉപ്പ റെഡി ആയിട്ടുണ്ട്, ഞാനും റെഡി ആയിട്ടുണ്ട്, ഞാനുണ്ട് ഇവിടെ. ചിലപ്പോൾ നിങ്ങൾ ഒച്ചമൂലിയൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇതാ ഇവിടെ ഉസ്മാനോട് ഞാൻ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ പറഞ്ഞ് ഗ്യാസാണ്, പക്ഷെ ഞാൻ പറഞ്ഞ് ഉസ്മാനെ കൂടി ബേജാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉസ്മാൻ ഇന്നലെ അല്ല വേദന വന്ന് പെട്ടെന്ന് ഗ്യാസിനാന്ന് വിചാരിച്ചത്. പിന്നെ പിറ്റേന്നും ഉണ്ട് പറഞ്ഞപ്പോഴേ കാണിക്കാൻ പോകാന്നല്ലേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നിന്ന്
ഇപ്പം 5 ദിവസമായി, 4 ദിവസമായി, 4-5 കറക്റ്റ് ഓർമ്മയില്ല, ഞാനല്ല അതിൻ്റെ കാര്യം 4 ദിവസമായി. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ഉസ്മാനെ എനിക്ക് അറ്റാക്കാണോ എന്നൊക്കെ പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ബേജാറായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പോയി വന്നാലും അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ പോണതൊക്കെ വീഡിയോ എടുക്കാം, അതിലെനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല, വന്നിട്ട് കൊടുക്കാം. കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോയി വരാം കേട്ടോ. ബൈ. വണ്ടി എടുത്തോ? അമ്മ കാൽപ്പിടി പോയി ഇറങ്ങാം. തെങ്ങിനോട്ടൊന്നും ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി, ഹോസ്പിറ്റലല്ല കേട്ടോ, ഇവിടുത്തെ അടുത്തുള്ള ക്ലിനിക്കിലാണ് പോയത്. അപ്പോൾ ക്ലിനിക്കിലൊക്കെ പോയി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഉച്ചക്ക് സ്റ്റോറേജ് ഫുള്ളായി പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉച്ചക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഉച്ചക്ക് പോയപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു കേട്ടോ. ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടെയുള്ള ക്ലിനിക്കിൽ കാണിക്കാം. അങ്ങനെ ഇവിടുത്തെ ക്ലിനിക്കിൽ വിളിച്ചപ്പോൾ ഒരു പറഞ്ഞ് ഡോക്ടർ ഇല്ല, ഡോക്ടർ വൈകുന്നേരം 4:00 ശേഷമേ വരുള്ളൂ. ഓക്കെ, അങ്ങനെ 4:00 ശേഷം ഇപ്പോൾ ഇതേ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ. ഓക്കെ, അപ്പോൾ അതാ കുറച്ച് ടെസ്റ്റും ECG ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പേടിച്ച പോലെ തന്നെ, ഞാൻ പേടിച്ച പോലെ തന്നെയാണ്. ചെറിയൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വന്ന് അതിനിടയ്ക്ക് താത്ത വിളിച്ചതാട്ടോ. അപ്പോൾ അവൾ പേടിച്ച പോലെ തന്നെ, ഞാൻ പേടിച്ച പോലെ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ ECG എടുത്തപ്പോൾ സിസ്റ്ററോട് ഇങ്ങനെ ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായിട്ടോ. അപ്പോഴേ എനിക്ക് തോന്നി സംതിങ് ഫിഷ് ചെയ്ത്. അങ്ങനെ ECG എടുത്തപ്പോൾ ECG എടുക്കുന്ന സമയത്ത് ഞാൻ സിസ്റ്റർ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ സിസ്റ്റർ കുഴപ്പമൊന്നുമില്ല അതാണ്. അങ്ങനെ സിസ്റ്റർ ഇത് ഡോക്ടർക്ക് കാണിച്ചിട്ട് വരട്ടോ എന്ന് പറഞ്ഞു പോയപ്പോൾ തന്നെ എനിക്ക് തോന്നി തീരുമാനമായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വലിയൊരു ഹോസ്പിറ്റലിൽ വലിയ ഡോക്ടേഴ്സിനെ ആർക്കെങ്കിലും കാണിക്കാൻ, കാർഡിയോളജി എന്നാണ് തോന്നുന്നു, കാർഡിയോളജി എന്നല്ലേ പറയാം. ഓക്കെ, കാർഡിയോളജിൻ്റെ ഡോക്ടേഴ്സിന് ഇപ്പം ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, കാരണം ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ തൽക്കാലം കാഷ്വാലിറ്റിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം, കാരണം എന്തോ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ECG എടുത്തപ്പോൾ ചെറിയൊരു റേഡിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടറിനെ സമാധാനപ്പെടുത്തിയിരിക്കണം. എന്തായാലും ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തേക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഉസ്മാൻ വരുന്നുണ്ട് ഗൈസ്. ഉസ്മാനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉസ്മാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഉസ്മാൻ ബേജാറായിട്ട് പതുക്കെ വന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ വരുന്നുണ്ട്. ഉസ്മാൻ വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ, എന്നിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ അത്യാവശ്യമുള്ള ടെൻഷനിലാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി.